Hi Vichichi, you look so cute. He better not be 12. ഈ മെയില് ഇവ കാണുമെന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് സാറ്റർഡേ നൈറ്റ്. ഞങ്ങൾ ഫാമിലീസ് എല്ലാവരും ഉറങ്ങാൻ പോയി. ലൈറ്റ്സ് എല്ലാം ഓഫാണ്. എനിക്ക് രാത്രി റൂമിലേക്ക് പോകുമ്പോൾ കോൾഡ് വാട്ടർ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന ശീലം ഉണ്ടായിരുന്നു. ബട്ട് ആ ഡേ ഞാൻ അത് എടുക്കാൻ മറന്നു. എന്നിട്ട് എൻ്റെ റൂമിലേക്ക് കിടക്കാൻ പോയി. എൻ്റെ റൂമിൽ ഞാൻ ഒറ്റയ്ക്ക് കുറച്ച് ടൈം റീൽ സ്ക്രോൾ ചെയ്ത് ഉറങ്ങാൻ വേണ്ടി പോകുമ്പോഴാണ് ഞാനത് ഓർത്തത്. വെള്ളം എടുക്കാൻ മറന്നു എന്ന്. സോ ഞാൻ വീണ്ടും ഡൗൺ സ്റ്റേഴ്സിലേക്ക് ഇറങ്ങി. അടിയിൽ ഫുൾ ഡാർക്ക് ആണ്. ആൻഡ് ഞാൻ ലൈറ്റ് ഇടാനും പോയില്ല. എനിക്ക് ഡാർക്ക് പേടിയായിരുന്നു. എന്നിട്ട് ഞാൻ കിച്ചണിൽ പോയി ഫ്രിഡ്ജ് തുറന്നു ബോട്ടിൽ എടുത്തു. അപ്പോൾ തന്നെ ഞാനൊരു മങ്കി ഫേസ് കണ്ടതുപോലെ തോന്നി. അത് ജസ്റ്റ് തോന്നിയതായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ അത് കാര്യമാക്കിയില്ല. എന്നിട്ട് തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ അത് വീണ്ടും കണ്ടു. എന്നിട്ട് ഷോക്കായി നിന്നു. എൻ്റെ പകുതി ജീവൻ അവിടെ പോയി. അപ്പോൾ തന്നെ ആരോ വന്ന് ലൈറ്റ് ഇട്ടു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതെൻ്റെ സിസ്റ്റർ ആണെന്ന്. ചേച്ചി, ഐ ഹാവ് സംതിങ് ഇമ്പോർട്ടൻറ്റ് ടു സേ. ഐ തിങ്ക് യുവർ ഹൗസ് ഈസ് ഹോണ്ടഡ്. എവറി എപ്പിസോഡ്സിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ദർ ഈസ് സംതിങ് ഇൻ യുവർ ഹൗസ്. ഇവ ചേച്ചി ഒന്ന് സൂക്ഷിച്ചോ. പിന്നെ പേടിക്കൊന്നും വേണ്ട ചേച്ചി, അത് വലിയ ചെറിയ പ്രേതം അങ്ങനെ ആയിരിക്കും, ഒന്നും ചെയ്യില്ലായിരിക്കും. ഹോപ്പ് യു വിൽ റീഡ് ദിസ്. ഒരു റിപ്ലൈ പ്രതീക്ഷിക്കുന്നു, അറ്റ്ലീസ്റ്റ് ഒരു ഇമോജി എങ്കിലും. ഐ ഹാവ് ട്രൈ ടു കോൺടാക്ട് ഓൺ ഇൻസ്റ്റാഗ്രാം ബട്ട് കിട്ടിയില്ല. സോ ഞാൻ ആക്ച്വലി ഇപ്പം 12th ആണ് പഠിക്കുന്നത്. ബട്ട് ഈ കാര്യം നടക്കുന്നത് ലൈക്ക് 6th-ലോ 7th-ലോ പഠിക്കുമ്പോഴാണ്. ഞാൻ സത്യത്തിൽ അതും മറന്നു. ബട്ട് കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. വൺ ഡേ ലൈക്ക് ഈവനിങ് ആണ്. സ്കൂളൊക്കെ സ്വാഭാവികമായും വിടുന്ന ഒരു 4 PM. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് വാൻ ഒക്കെ പോയി. ഇവൻച്വലി ഞാനും ആ ടൈമിൽ വാനിലാണ് പോകേണ്ടത്. ബട്ട് സെക്കൻഡ് ട്രിപ്പ് ആയിരുന്നു. ഇറ്റ്സ് എ സ്മോൾ സ്കൂൾ. അപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ കുറവാണ്. അവിടെ പറയുന്നത് ലൈക്ക് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ റൂമറാണ് അവിടെ പ്രേതമൊക്കെ ഉണ്ടെന്ന്. അത്രയ്ക്ക് പെട്ടെന്നൊന്നും വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ. കണ്ടാൽ മാത്രമേ വിശ്വസിക്കൂ. അവരൊക്കെ പറയുന്നത് അവിടെ ദേഹത്ത് 3 ഫിംഗറൊക്കെ വെച്ച് മാന്തിയ പാടുകളൊക്കെ ഉണ്ടാവും. നമ്മൾ ഉദ്ദേശിക്കുന്ന ക്ലാസ്സിൽ കയറാൻ ചെന്നാൽ വേറെ ക്ലാസ്സിലായിട്ട് ടെലിപ്പോർട്ടൊക്കെ ആകുമെന്ന്. പിന്നെ അത് മെയിൻ തിങ് എന്താന്ന് വെച്ചാൽ അവിടെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ സ്റ്റോൺസ് എറിയും, ലൈക്ക് ഹ്യൂമൻസ് ഒക്കെ എറിയണ പോലെ. ആ സ്റ്റോൺസ് ഒക്കെ എവിടുന്നാ വരുന്നത് എന്നൊന്നും അറിയില്ല. ബട്ട് സ്റ്റിൽ സ്റ്റോൺസ് ഒക്കെ വരും. ചില പിള്ളേർ പറയുന്നത് അവിടെ 2 പ്രേതമൊക്കെ ഉണ്ടെന്ന്. ചിലവർ കണ്ടിട്ടും ഉണ്ടെന്ന്. ഓക്കെ, ബാക്ക് ടു ദ മെയിൻ സ്റ്റോറി. എൻ്റെ പോകേണ്ട ബസ് അങ്ങനെ വന്നു. ഞാൻ ബസ്സിൽ കയറാൻ നിൽക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് ടീച്ചർ പറഞ്ഞത് ടീച്ചറിൻ്റെ ബാഗ് ആ ബിൽഡിങ്ങിൽ മറന്നു വെച്ചേക്കുവാണെന്ന്. 2nd ഫ്ലോർ, ആ ഹോണ്ടഡ് ഫ്ലോറിൽ. സോ ഒരു സ്റ്റുഡൻറ് എന്ന നിലയ്ക്ക് ഞാനും എടുക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ആണ് ഞാനും ഓർക്കുന്നത് ഒരു ടൈം കഴിഞ്ഞാൽ മുകളിലത്തെ ഫ്ലോർ, ദാറ്റ് ഹോണ്ടഡ് ഫ്ലോറിൽ ആരും അങ്ങനെ കയറില്ല എന്ന്. ഒരു പട്ടിയും എൻ്റെ കൂട്ടത്തിൽ വരത്തില്ലെന്ന് പറഞ്ഞു. സോ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ധൈര്യം ഒക്കെ എൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ട് പോയി. ഓരോ സ്റ്റെപ്പും കയറുമ്പോഴും എനിക്ക് എന്തോ പോലെ തോന്നി. ലൈക്ക് എനിക്കറിയാം അതൊക്കെ പിള്ളേർ വെറുതെ പറയുന്നതാണെന്ന്. ബട്ട് എന്നാലും ഒരു തോന്നൽ, അത് റിയൽ ആണേലോ. അങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിൽ വന്നു. ബട്ട് ഞാൻ ഫുള്ളായിട്ട് കയറിയില്ല. ഒരു എൻട്രൻസ് എന്നൊക്കെ പറയാവുന്ന ആ സ്ഥലത്ത് ഞാൻ നിന്നു. ഇതിൻ്റെ മുകളിൽ ഒരു ഫ്ലോർ കൂടിയുണ്ട്. അവിടെ നിന്ന് എന്തൊക്കെയോ അനങ്ങുന്ന ശബ്ദം ശരിക്കും എനിക്ക് കേൾക്കാം. ആ സമയത്ത് ആരും അവിടെ കാണില്ല. ലാസ്റ്റ് ട്രിപ്പ് ബസ് കയറാൻ എല്ലാവരും അവിടെ നിൽക്കുക. സ്റ്റിൽ ഐ ക്യാൻ ഹിയർ ദി ഓഡിയോ. പിന്നെ എന്തോ ചെരുപ്പിൻ്റെ ഒക്കെ ശബ്ദം, ആരോ നടക്കുന്നത് പോലെയൊക്കെ. ചിലപ്പോൾ അതൊക്കെ എൻ്റെ മൈൻഡ് തന്നെ പേടി കൊണ്ട് ക്രിയേറ്റ് ചെയ്തതായിരിക്കാമെന്ന് വിശ്വസിച്ച് ഞാൻ എന്നാൽ ബാക്കി കയറാമെന്ന് വിചാരിച്ച് കാല് വെച്ച ഉടനെ ഒരു സ്റ്റോൺ, കുറച്ച് സൈസുള്ള ഒരു നോർമൽ സ്റ്റോൺ, പറമ്പിലൊക്കെ കിട്ടുന്ന ടൈപ്പ്, അത് അവിടോട്ട് ആരോ എറിഞ്ഞു. ഞാൻ ഒന്നാമതേ പേടിച്ച് നിൽക്കുമായിരുന്നു. ആ സ്റ്റോൺ വന്ന് വീണപ്പം തന്നെ എൻ്റെ ഹാർട്ട് പൊട്ടിത്തെറിച്ച മാതിരിയായി. ഞാൻ ഒന്നാമതേ ഒരു ഓവർ തിങ്കറാണ്. അങ്ങനെ പിള്ളേരൊക്കെ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട് എന്നൊരു തോന്നൽ വന്നപ്പോഴാണ് ഞാനും ചിന്തിക്കുന്നത് വല്ല പീക്കിരി കൊച്ചുങ്ങൾ വല്ലതും കല്ല് എടുത്ത് എറിഞ്ഞതായിരിക്കുമെന്ന്. ബട്ട് ലാസ്റ്റ് ബസ്സാണ് അവിടെ നിൽക്കുന്നത്. സ്കൂളിൽ നിന്ന് ഹൗസ് അടുത്തുള്ള എല്ലാവരും ഉൾപ്പെടെ ആരും ഇപ്പം ഇങ്ങനെ ആണെങ്കിലും ഈ ഫ്ലോറിൽ ഉറപ്പായും ഇല്ല. ഇങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ട് നിന്ന ആ സെക്കൻഡിൽ അടുത്തത് വീണ്ടും ഒരു സ്റ്റോൺ ഒന്നുകൂടെ പവർഫുള്ളായിട്ട് എറിഞ്ഞേക്കുന്നു. വരുന്നത് ചെറിയ കല്ലാണെങ്കിലും അതിൻ്റെ കാരണം മനസ്സിലാവാത്തതിൻ്റെ പേരിൽ ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് ഓടി. ഞാൻ ബാഗ് ഒട്ടും എടുത്തതും ഇല്ല. സോ ഞാൻ ടീച്ചറിനെ ഓടി ചെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ അവിടെ ആരോ കല്ല് പെറുക്കി എറിയുന്നു, ആരാണെന്ന് അറിയില്ല, എൻ്റെ കൂട്ടത്തിൽ വരാമോ എന്നൊക്കെ. ടീച്ചറും ഞാനും ധൃതി വെച്ച് ഓടി അവിടെ ചെന്നു. ക്ലാസ്സിനുള്ളിൽ കയറി ബാഗും എടുത്തു. സ്കൂൾ വാൻ ഞങ്ങൾക്ക് 2 പേർക്കും വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഞങ്ങൾ 2 പേരും ക്ലാസ് റൂം എല്ലാം തുറന്നു നോക്കി. ഈവൻ ഇഫ് ദ വാൻ വാസ് വെയിറ്റിംഗ് ഫോർ അസ്. ഞങ്ങൾ രണ്ടും ക്ലാസ് മൊത്തം തിരഞ്ഞു, ആരെയും കണ്ടില്ല. ബട്ട് ടീച്ചറിനെ ഞാൻ വിളിച്ച് ആ എറിഞ്ഞ സ്റ്റോൺസ് വീണ സെയിം എക്സാക്ട് പൊസിഷനിൽ കാണിച്ചു കൊടുത്തു. അപ്പോൾ ടീച്ചർ ഉറപ്പായും വിചാരിച്ചു കാണും ഞാൻ ജസ്റ്റ് ജോക്കിംഗ് ആയിരിക്കും, നേരത്തെ അവിടെ ഇരുന്ന ഒരു കല്ല് എടുത്ത് കാണിച്ചതായിരിക്കും എന്നൊക്കെ.
അങ്ങനെ ഞങ്ങൾ രണ്ടും വാൻ കയറി. സോ എനിക്ക് ഉറപ്പാ പുറത്ത് അപ്പോൾ ആരും ഇല്ലായിരുന്നു, ഞാൻ മാത്രമേ ആ ബിൽഡിങ്ങിൽ ഉള്ളായിരുന്നു. പിന്നെ ടീച്ചറും. അത് ഉറപ്പായും ആരുടെയും പ്രാങ്ക് അല്ല, ഹ്യൂമൻ പ്രസൻസും അവിടെ ഇല്ല. ആ ടൈപ്പ് സ്റ്റോൺസ് അവിടെ ഒന്നും കിട്ടത്തുമില്ല. പക്ഷേ അത് എൻ്റെ മുന്നിൽ ആരോ എറിഞ്ഞ പോലെ വീണു. എനിക്കാണേൽ ഒന്നും മനസ്സിലായില്ല, ഇപ്പോഴും മനസ്സിലാകുന്നില്ല. പിന്നെ എനിക്കിപ്പോൾ ഓർമ്മ വന്നു, ഞാൻ 7th പഠിക്കുമ്പോൾ ആണ് കേട്ടോ ഈ ഇൻസിഡൻറ്റ് നടന്നത്. പിന്നെ കോവിഡൊക്കെ ആയി. അതുപോലെ അവിടെ നിന്ന് നോൺ ഹ്യൂമൻ പ്രസൻസിൽ സ്റ്റോൺ വെച്ച് കുറേ പിള്ളേർക്ക് എയറൊക്കെ കൊണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ ആ സ്കൂളിൽ അധികം കാലം ഇല്ലായിരുന്നു. ഒബ്വിയസ്ലി ഇറ്റ്സ് എ UP സ്കൂൾ. ആ സംഭവം അവിടെ സ്റ്റാർട്ട് ആയത് സെയിം ഇയർ ആണ്. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴത്തെ അവിടുത്തെ ഉള്ള അവസ്ഥ അറിയില്ല. സ്റ്റിൽ ദിസ് ഈസ് ആൻ അൺസോൾവ്ഡ് മിസ്റ്ററി ഇൻ മൈ ലൈഫ്. ഇത് എത്ര വലിയ സീക്രട്ട് ഒന്നും അല്ല, ബട്ട് ഇതിനെക്കുറിച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്ത്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞാൽ കളിയാക്കി കൊല്ലും. അവർക്ക് ആർക്കും അറിയില്ല, പറഞ്ഞവർ ആരും വിശ്വസിച്ചിട്ടും ഇല്ല. ബട്ട് ഐ നോ വാട്ട് ഐ സോ. അടുത്ത സീക്രട്ട്. ഹലോ കീപ് മീ അനോണിമസ്. ഓക്കെ. ഞങ്ങൾ താമസിച്ചിരുന്നത് ഒരു എംപ്ലോയീസ് ക്വാർട്ടേഴ്സ് ആണ്. സോ മെനി ബിൽഡിങ്സ്, സോ മെനി ഫാമിലീസ്. കോമൺ ആയിട്ട് ഒരു പാർക്ക് ഉണ്ടായിരുന്നു. കൊറോണ ആയപ്പോൾ എല്ലാവരും ഈവനിങ്സിൽ അവിടെ ഇരിക്കും, ഒരുപാട് ഗെയിംസ് കളിക്കും, ആൻറ്റിമാർ വർത്താനം പറയും, ഗുഡ് ടൈംസ്. ഞാനും ഈവനിങ് ആകുമ്പോൾ അവിടെ പോകും. ഐ ഹാഡ് 2 ഫ്രണ്ട്സ്, അവരോട് വർത്താനം പറയും, ഷട്ടിൽ കളിക്കും. ഐ റിയലി ലൈക്ഡ് ഇറ്റ്. കൊറോണ വന്നതും കോളേജ് അടച്ചതും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഐ ലൈക്ക് ടു ബി ഇൻഡോഴ്സ് അറ്റ് ദാറ്റ് ടൈം. ഞാൻ ജിമ്മും ജോയിൻ ചെയ്തു. ഫാമിലി, ഫ്രണ്ട്സ്, അൺഹെൽത്തി ഫുഡ് ആൻഡ് ജിം. ലൈഫ് വാസ് ആക്ച്വലി ഗുഡ്. ഞാൻ വെളുപ്പിനെയാണ് ജിമ്മിൽ പോവുക. 5:30 പോയി ഒരു 7 ആകുമ്പോൾ തിരിച്ചു വരും. 8 ആകുമ്പോൾ ഓൺലൈൻ ലെക്ചേഴ്സ്. ഇതായിരുന്നു എൻ്റെ ഷെഡ്യൂൾ. ഞാൻ യൂഷ്വലി അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ കൂടെ സ്കൂട്ടറിലാണ് പോവാറ്. ബട്ട് ദാറ്റ് ഡേ ആ ചേച്ചി വന്നില്ല. ഞങ്ങളുടെ ഏരിയ യൂഷ്വലി 5:30 ഒരുപാട് ആൾക്കാരുണ്ട്. ബട്ട് ആദ്യത്തെ ഒരു 100 മീറ്റർ കഴിഞ്ഞതേ ഉള്ളൂ. അതുവരെ ഒരു ഡാർക്ക്നെസ് ആണ്. ചെറിയൊരു പേടിയുണ്ടായിരുന്നു, എന്താണെന്നറിയില്ല. മേ ബി ദാറ്റ് വാസ് മൈ ഗട്ട് ഫീലിംഗ് ടെല്ലിങ് മീ ടു ഗോ ഹോം. ഞാൻ പേടിച്ചാണെങ്കിലും നടന്നു. ഫണി തിങ് ഈസ്, ഞാൻ മനസ്സിൽ പറയായിരുന്നു, പ്രേതമൊക്കെ ഓക്കെയാണ്, ബോയ് ഫ്രണ്ട് ഇവിടെ എങ്ങും ഉണ്ടാവല്ലേന്ന്. പിന്നെ അങ്ങോട്ടൊരു കോൾഡ്നെസ് ആയിരുന്നു. ആരോ എന്നെ ബാക്കിൽ നിന്ന് പിടിച്ചു വലിച്ചു. അത്ര ഹാർഡായിട്ടല്ല, എന്നാലും ഇറ്റ് വാസ് സ്കേറി. ഞാൻ മനസ്സിൽ കരയായിരുന്നു, എങ്കിലും വായിൽ കൂടെ ശബ്ദമൊന്നും വന്നില്ല, ശ്വാസം പോലും വരുന്നില്ലായിരുന്നു. അതെൻ്റെ ബോയ് ഫ്രണ്ട് തന്നെയായിരുന്നു. ബോൺസ് വരെ ഫ്രീസ് ആയ പോലെ എനിക്ക് തോന്നി. ഹി ഗ്രിപ്ഡ് മൈ ഹാൻഡ്സ്, ഒരു വാളിലേക്ക് അമർത്തി പിടിച്ചു. ഞാൻ പേടിച്ച് അങ്ങനെ തന്നെ നിന്നു, ഹോപ്പിംഗ് ഫോർ ഇറ്റ് ടു ബി ഓവർ സൂൺ. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു ജിമ്മിലേക്ക് ആക്കി തരാം. ബൈക്കിൽ കയറുന്നു. ഞാൻ പേടിയില്ലാത്ത പോലെ കയറി. ജിമ്മിലെത്തിയത് ഞാൻ വേഗം ഓടി ജിമ്മിൽ പോയി. 5:30 അല്ലേ, ഇരുട്ടാണല്ലോ. ഞാൻ വർക്കൗട്ട് ഒന്നും ചെയ്തില്ല. പുറത്ത് വെളിച്ചം വന്ന വരെ ഞാൻ വെയിറ്റ് ചെയ്തു. ലൈറ്റ് വന്നു, വഴിയിൽ ആളുകൾ കൂടുതലായി. അപ്പോൾ എനിക്ക് സേഫായി തോന്നി. ഞാൻ വേഗം വീട്ടിലേക്ക് പോയി. എന്താ ഉണ്ടായി എന്ന് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അയാൾ ടെക്സ്റ്റ് ചെയ്തു. അയാൾക്കൊരു കല്ലിനെ കിസ് ചെയ്യുന്നത് പോലെ തോന്നിയെന്ന് പറഞ്ഞു. എൻ്റെ കൺസെന്റ് ഇല്ലാതെ എന്നെ കിസ് ചെയ്തിട്ട് എന്നോട് തന്നെ കംപ്ലൈൻറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് ദേഷ്യത്തിൻ്റെ ഏതോ ഒരു ലെവൽ അൺലോക്കായി. മുൻപും ഇയാളെ എൻ്റെ കയ്യിലോ ഷോൾഡറിലോ പിടിക്കുമ്പോൾ പോലും ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. ഒരിക്കലും ഞാൻ ഫിസിക്കലി കംഫർട്ടബിൾ അല്ല എന്ന് അറിഞ്ഞിട്ടും ഇരുട്ടത്ത് പുറകിൽ നിന്ന് വരുന്ന സ്റ്റണ്ട് അയാൾ ചെയ്തു. ഞാൻ വിചാരിച്ചത് ഞാൻ വീട്ടിൽ പോയി കരയും, ഫുഡ് ഇറങ്ങില്ല എന്നൊക്കെയാണ്. സാഡ്ലി അതൊന്നും ഉണ്ടായില്ല. മൈ ഡേ വെന്റ് ബൈ ആസ് യൂഷ്വൽ. ബട്ട് മൈൻഡിൽ എന്തോ മരിച്ചതുപോലെ. ആരോടും പറയാൻ പറ്റാതെ, പേടിച്ച് പോയതിൻ്റെ ഷോക്ക് ഒന്ന് പ്രോസസ്സ് ചെയ്യാൻ പോലും പറ്റാതെ ഞാൻ ക്ലാസ്സും കേട്ടിരുന്നു. പിന്നെ കുറച്ച് നാൾ ഞാൻ ജിമ്മിൽ പോയില്ല. അടുത്ത് തന്നെ ഞാൻ അയാളായിട്ട് ബ്രേക്കപ്പായി. അതൊക്കെ കഴിഞ്ഞ് 3 വർഷമാകുന്നു. എന്നാലും ഇടയ്ക്കൊക്കെ ഓർമ്മ വരുമ്പോൾ ഐ കാൺ സ്ലീപ്പ്. ഇതിലൂടെ പറയുമ്പോൾ ഒരുപാട് പേരോട് പറയുന്നത് ആയിട്ടും ആരോടും പറയാത്ത പോലെയും തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ സീക്രട്ട് റീഡിങ് ഒരു സംഭവമാണല്ലേ ഗൈസ്. ഞാൻ ഈ മെയിലൊക്കെ പ്രേതം എന്ന് സെർച്ച് ചെയ്തിട്ട് വരുന്ന മെയിലാട്ടോ അയക്കണേ. ആൻഡ് ഐ ലവ് യുവർ ഹെയർ. Especially the bloopers is the best part of your videos. Because every house we rent, there's a ghost. Yeah. ഇതൊന്ന് മീശ പോലെ മനസ്സിലാവണില്ല നിങ്ങളുടെ മംഗ്ലീഷ് ടൈപ്പിങ് ലേ.